ഹേ ഓൾ വെൽക്കം ടു മൈ ചാനൽ ടേസ്റ്റി ബൈറ്റ്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചാൽ വിചാരിച്ചു. ഇത് ഏതാ ദിവസം ചോദിച്ചാൽ നമ്മൾ ക്രിസ്മസ് ഇല്ലേ, ആ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പൊ നമ്മളത് തലേദിവസം ബീഫൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പൊ രാവിലെ എന്ത് ചെയ്തു, പത്തിരിയും ബീഫ് കറിയും ഒരു ഗ്ലാസ് ചായയും കുടിച്ചിരുന്നു. പത്തിരിയും ബീഫും ഇഷ്ടമില്ലാത്ത ആരുണ്ടാവാല്ലേ. എനിക്ക് ചിക്കൻ കറിയും കാട്ടി ഒന്നും കൂടി പത്തിരിക്ക് ഇഷ്ടം ബീഫ് കറിയാണ്. നിങ്ങൾക്ക് ഏതാ താഴെ കമന്റ് ചെയ്യും. അങ്ങനെ ചായ കുടിച്ചിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാ ഈ ഒരു കോൺ ഐസ്ക്രീം, ഒന്നല്ല 2 കോൺ ഐസ്ക്രീം കഴിച്ചു. അതിൽ എനിക്കൊന്നുള്ള ഐസ്ക്രീം, പക്ഷെ ഞാൻ കുട്ടികളുടെ നിന്ന് ഒന്നടിച്ച് മാറ്റി ഞാൻ കഴിച്ചു ഫ്രിഡ്ജ് നിർത്തിട്ട്. ഐസ്ക്രീമിന്റെ ഫേവറേറ്റിൽ ഒന്നായതുകൊണ്ട് ഞാൻ എത്രയോളം കഴിച്ചോളും. പണ്ടൊക്കെ ഉമ്മമാരില്ലേ കുട്ടികൾക്ക് കൊടുത്തിട്ട് ഓല് കഴിക്കൂല, അതായത് ഓർക്കുള്ള പങ്ക് തന്നെ. ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ, ഞാനൊക്കെ ആണെങ്കിൽ നേരെ തിരിച്ചാണ്. ഓലേന്നും കുറച്ച് വാങ്ങും കഴിക്കാൻ, ഐസ്ക്രീം ആണെങ്കിലും മുട്ടായി ആണെങ്കിലൊക്കെ. നിങ്ങൾ അങ്ങനെയാണോ? പിന്നെ ഉച്ചക്ക് ചോറും പയർപ്പേരിയും ഉപ്പിലിട്ട മാങ്ങയും ഉപ്പിലിട്ട നമ്മളെ പേരക്കല്ലേ, പേരക്കയും പപ്പടും, പിന്നെ നമ്മള് രാവിലെ ഉണ്ടാക്കിയ ബീഫ് കറി ഉണ്ടാകും, അതും ഒക്കെ പാടെ കൂട്ടി നല്ലോണം കഴിച്ചിട്ടുണ്ടാകും. പിന്നെ വാപ്പാന്റെ ഫ്രണ്ട്സ് കുറച്ച് പ്ലംകേക്ക് കൊടുത്തയച്ചിരുന്നു 2-3 ആൾക്കാര്. പിന്നെ നമ്മളെ വെള്ളപ്പല്ലേ, ഒരു ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കില്ല, ഒരു വെള്ളപ്പം പോലത്തെ അങ്ങനത്തെ ഒരു അപ്പം കൊടുത്തയച്ചിരുന്നത്. അപ്പൊ അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പൊ കേക്കൊന്നും വെള്ളപ്പത്തിനൊക്കെ ഓരോ പീസ് എടുത്ത് അങ്ങനെ 4 മണിക്കാണ് കഴിച്ചു. നിങ്ങൾക്ക് ഇങ്ങനെയാണോ? എന്റെ പോലെ ക്രീം കേക്കിനെക്കാട്ടിയും പ്ലം കേക്കാണ് ഇഷ്ടം. എനിക്ക് പ്ലം കേക്കാണ് ഇങ്ങനെ ക്രീം കേക്കിനെക്കാട്ടും ഇഷ്ടം. ക്രീം കേക്ക് നമുക്ക് വേഗം ഒരു മടുപ്പ് തോന്നിട്ട്, ഇതാകുമ്പോ അങ്ങനെ തോന്നില്ല. ഇതാകുമ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പൊ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മീനുകളെയും ചെടികളൊക്കെ നോക്കാൻ പുറത്തേക്ക് ഇറങ്ങിയത്, ഒന്ന് നാച്ചുറൽ എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെ കര മീനുകളോട്ടൊക്കെ കാണുന്നത്. മീനോട് അത്ര താല്പര്യം ഇല്ലെങ്കിൽ ചെടികളോട് ഇപ്പൊ കുറച്ച് ഭ്രാന്ത് കണ്ടിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്നു ഇതേപോലെ ഭ്രാന്ത്. പിന്നെ കുട്ടികൾ ഡെലിവറി കഴിഞ്ഞ മുതൽ അങ്ങനെ അപ്പൊ അതിനോട് അത്ര ശ്രദ്ധ ഒന്നും ഉണ്ടാകുന്നില്ല. ചെടികൾ കുട്ടികൾ നോക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് ചെടികളൊക്കെ പിന്നെയും നോക്കാനുള്ള അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ചെറുതിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണ്ടായിരുന്നു. ഡ്രസ്സിന്റെ ഇതിന്റെ അനിയത്തി അടിച്ചാണ് ഡ്രസ്സ്. ഓൾതാ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. കുർത്തിപ്പോ പറഞ്ഞൊരു പേജാണ്. അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കുർത്തീസ് ഉണ്ടാവുമല്ലോ, അതാണ് മെയിൻ ആയിട്ട് സെല് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ വലിയവർക്കും കുട്ടികൾക്ക് പറ്റിയ കുർത്തീസ് ഉണ്ട്, നിങ്ങൾ പറയുന്ന പോലെ കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പൊ പേജ് ചെക്ക് ചെയ്ത് നോക്കുക. ഫോട്ടോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളപ്പം കുറച്ചേരം കളിച്ച് പുറത്തു പോയിട്ട് രാത്രി പിന്നെ നമ്മൾ കപ്പയും ബീഫൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ നമ്മളെ കുരുമുളക് കൂട്ടിയില്ല, അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയത് നമ്മളെ വാപ്പാന്റെ സ്പെഷ്യൽ ആട്ടത്. വാപ്പ ഉണ്ടാക്കിയതാണ്, അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. കുടിയിൽ നമ്മളെ വാപ്പ ഇടക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഐറ്റംസ് ഒക്കെ ബീഫ് ചിക്കൻ മീനൊക്കെ വാങ്ങുമ്പോൾ സ്പെഷ്യലായിട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് ആ കപ്പ ബിരിയാണി ലാസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ ഉള്ളിയും മല്ലിച്ചപ്പ് കൂടിയിട്ട് കുറച്ച് വിതറിയിട്ട് പിന്നെ ഒരു ചായ ഉണ്ടെങ്കിൽ കുശാല. ഇതിപ്പോ ഡേ ഇൻ മൈ ലൈഫ് ആണോ അതോ ഡേറ്റിന്റെ ആണെന്നൊരു സംശയം. ഡേ ഇൻ മൈ ലൈഫ് ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഡേറ്റിന്റെ ആയി പോയി. പിന്നെ അതാ കുട്ടികളൊക്കെ ഉറക്കി കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ആപ്പിളും പിന്നെ സ്നിക്കേഴ്സും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ചെയ്യണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ ഓക്കെ, ബൈ.